തേജുവിന് ഇതേ ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കപ്പോൾ കുറേ വൈകുന്നുണ്ട് കേട്ടോ. നേരം വെളുത്തതിന് ശേഷമാണ് എനിക്ക് വരുന്നത്. ആദ്യത്തെ പോലെ നേരത്തെ ഒന്നും നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേ 6:30 ആകുമ്പോൾ എനിക്കിട്ട് കുറച്ചൊരു ഉമ്മർത്ത് പോയി നിന്നപ്പോഴാണ് ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന് ഞാൻ കണ്ടത്. ഇന്നലെ തുണികളാണെങ്കിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നന്നായി നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അത് നോക്കി നിന്നാൽ നേരം വഴുകുന്ന അറിയണോണ്ട് തന്നെ ഞാൻ വിൻഷേട്ടന് കൊണ്ടുപോകാൻ ഫുഡ് ആക്കണ്ടേ. അപ്പോൾ അതിനുള്ള പരിപാടികൾ തുടങ്ങി കേട്ടോ. ചോറിനുള്ള വെള്ളം വെച്ചു, മുതിരപ്പേരിക്കുള്ള വെള്ളം വെച്ചു, ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് പിന്നെ എന്താ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാനാട്ടോ ഞാൻ നോക്കണത്. മുട്ടക്കറി പുട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുട്ടും മുട്ടക്കറിയും ഉച്ചത്തേക്ക് അതും കൊടുത്തയക്കും. പിന്നെ മുതിരപ്പേരി ഉണ്ട്, സ്രാവാട്ടോ, മറ്റേ എന്താ പറയുക ഉപ്പുള്ള സ്രാവില്ലേ, ഉണക്കൽ സ്രാവ്, ആ സ്രാവാട്ടോ ഞാൻ വറക്കാനും നോക്കണത്. പിന്നെ സോയാബീനും വറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരം വൈകിയോണ്ട് തന്നെ തകൃതിയായിട്ടുള്ള പണിയാണ്. ചെറിയ രീതിക്ക് വിൻഷേട്ടനും ഇതേ ഹെൽപ്പ് ചെയ്യാൻ വന്നു കേട്ടോ. പിന്നെ ഇതേ വേഗം വിൻഷേട്ടന് നേരമായിപ്പോൾ പുട്ടും മുട്ടക്കറിയൊക്കെ കൂട്ടി വിൻഷേട്ടൻ ചായ കുടിച്ചിട്ട് വേഗം പോകാൻ നോക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ വേഗം നമ്മുടെ ഉപ്പേരിയും അതുപോലെ തന്നെ മീൻ വറക്കാനുള്ളത് നോക്കട്ടെ. എപ്പോഴും ഉള്ളൊരു പണിയാണ്. മീൻ വറക്കാൻ നോക്കുമ്പോൾ എപ്പോഴും എനിക്ക് എണ്ണ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഓയിൽ വേഗം അത് ഓരോ ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതേ നമ്മുടെ മീനും കൂടി ഞാൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ വിചാരിക്കുക എന്താണെന്നറിയോ, എന്നത്തെയും പോലെ നേരത്തെ എനിറ്റാൽ മതി, ഇതാവുമ്പോൾ ഈ വെപ്രാളം അടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് കേട്ടോ. അപ്പോൾ തേജുവിന് ക്ലാസ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതേ വേഗം മുട്ടക്കറിയും ഉപ്പേരിയും നമ്മുടെ മീൻ വറുത്തതും ചോറും വേഗം വിൻഷേട്ടൻ്റെ പാത്രത്തിലാക്കിയിട്ട് വേഗം കവറിലൊക്കെ ആക്കി വെച്ചിട്ട് ആളെ കയ്യിൽ കൊടുത്തുട്ടോ. പിന്നെ വേഗം പോകാൻ നോക്കുകയാണ്. പട്ടാമ്പിന്ന് ഇതേ പാലക്കാട്ടേക്കുള്ള ബസ്സിലാവട്ടോ വിൻഷേട്ടൻ പോകും. അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് ഇറങ്ങും വേണം. പിന്നെ അതേ മഴ പെയ്തോണ്ടാ തോന്നുന്നു നമ്മുടെ നായ്ക്കളൊക്കെ വീണ്ടും നമ്മുടെ ഉമ്മർത്ത് കയറി എനിക്ക് പണിയൊക്കെ കൂട്ടി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ.